ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസിനും കൊർന്നല്യോസ് എന്ന ശതാധിപനും ഓരോ ദർശനങ്ങളുണ്ടായി. ആ ദർശനത്തിൽ കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞത് പത്രോസിനെ വിളിച്ച് അവൻ്റെ പ്രസംഗം കേൾക്കണമെന്നാണ്. ഈ കാര്യം പത്രോസിനോട് പറയുവാനായി അയാൾ ഒരു പട്ടാളക്കാരനെയും 2 അടിമകളെയും അയച്ചു. അവർ പത്രോസിൻ്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതാണ് കഴിഞ്ഞ ആഴ്ച നാം കേട്ടത്. നമുക്കിതൊരു സാധാരണ സംഭവമായി തോന്നുമെങ്കിലും യഹൂദനായ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദനല്ലാത്ത ഒരാളെ തൻ്റെ കൂടെ വീട്ടിൽ താമസിപ്പിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ മാറ്റം ഉണ്ടായത് തനിക്കൊരു ദർശനം ഉണ്ടായതുകൊണ്ടാണ്. മാത്രമല്ല, ദൈവാത്മാവ് തന്നോട് പ്രത്യേകം സംസാരിക്കുകയും ചെയ്തു. അവർ അകത്ത് വന്ന് കൊർന്നേല്യോസിനെ കുറിച്ചും കൊർന്നേല്യോസിനുണ്ടായ ദർശനത്തെക്കുറിച്ചും പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് അവരോടുകൂടെ പോകാൻ തയ്യാറായി. പിറ്റേ ദിവസം താൻ പോവുകയാണ്. ഒരു ദിവസത്തെ വഴി ദൂരം പോകണം. നമുക്കിവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പത്രോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, അയാൾ ഒരു യഹൂദനല്ലല്ലോ, അയാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന്, എൻ്റെ താമസ സ്ഥലമൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തല്ലോ, ഇങ്ങോട്ട് വന്ന് പ്രസംഗം കേൾക്കാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. പത്രോസിനോട് അങ്ങോട്ട് ചെല്ലുവാൻ, അല്ലെങ്കിൽ പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കണം എന്നാണ് കൊർന്നേല്യോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കാര്യം അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്, നിങ്ങൾ പോയി ലോകത്തൊക്കെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗിക്കുകയും ശിഷ്യരാക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ പോകണം, അല്ലാതെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പോവുക എന്നുള്ള ഉത്തരവാദിത്വം അപ്പോസ്തലന്മാരുടെയാണ്, പത്രോസിൻ്റെയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതെവിടെയാണ്? യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം. അപ്പോൾ നിങ്ങൾ പോയി സാക്ഷികളാകണം. അത് ദൈവം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് കൊർന്നേല്യോസ് ഇങ്ങോട്ട് വരാതെ പത്രോസ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അങ്ങനെ പത്രോസ് പോകാൻ തയ്യാറായപ്പോൾ, പത്രോസ് താമസിച്ചിരുന്ന യോപ്പയിലെ തോൽക്കല്ലനായ ശിമോൻ്റെ വീട്ടിലായിരുന്നല്ലോ. അവിടെ യഹൂദന്മാരായ മറ്റ് ചില സഹോദരന്മാരുണ്ടായിരുന്നു. അവർ പത്രോസിൻ്റെ കൂടെ പോകുവാൻ തയ്യാറായി. ഈ കാര്യം ദൈവം പറഞ്ഞതായിരുന്നില്ല, പത്രോസിനെ വരുത്താനേ പറഞ്ഞുള്ളൂ. പക്ഷേ പത്രോസ് പോയ കൂടെ ഇവരും പോകാൻ തയ്യാറായി. ഒരു പക്ഷേ ഭയം കൊണ്ടായിരിക്കും. കാരണം ആദ്യമായിട്ടാണ് യഹൂദനല്ലാത്ത ഒരാളുടെ കൂടെ പത്രോസ് യാത്ര ചെയ്യുന്നത്. യഹൂദനല്ലാത്ത ഒരാളുടെ കൂടെ താമസിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് വല്ല അനിഷ്ടവും ഉണ്ടായാലോ, വല്ല അപകടം ഉണ്ടായാലോ, ആ പേടിയിലായിരുന്നായിരിക്കാം അവർ പോയത്. പക്ഷേ അവർ പോയത് വലിയൊരു പ്രയോജനമായി എന്ന് തുടർന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പത്രോസ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. കൊർന്നല്യോസ് തൻ്റെ ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരിക്കുകയാണ്. പത്രോസ് വരുന്നതിനായി കാത്തിരിക്കുന്നു. അപ്പോൾ അവിടെ പത്രോസിനു വേണ്ടി ദൈവം കേൾവിക്കാരെ ഒരുക്കിയിരുന്നു. പത്രോസ് അവിടെ ചെന്ന് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണു. 25-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇനി 26 വാക്യം. പത്രോസോ, എഴുന്നേൽക്കാൻ, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്ന് കൂടിയിരിക്കുന്നത് കണ്ട് അവരോട്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് കൊർന്നല്യോസ്, 4 നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്നു. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു.
യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ച് നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് അകത്ത് ചെന്നപ്പോൾ, അതായത് കൊർന്നല്യോസിൻ്റെ വീടിനുള്ളിൽ ചെന്നപ്പോൾ ആദ്യം സംഭവിച്ചത് കൊർന്നല്യോസ് പത്രോസിൻ്റെ കാൽക്കൽ വീഴുകയാണ്. കാരണം ഒരു ദൈവദൂതൻ ഈ ആളുടെ പേരും അഡ്രസ്സും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അയാളെ വിളിച്ചു. തീർച്ചയായും ഇയാൾ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവം അയച്ചിട്ട് വന്ന ആളാണ് എന്ന ബോധ്യം കൊർന്നല്യോസിനുണ്ടായിരുന്നു. പക്ഷേ കൊർന്നല്യോസ് പത്രോസിൻ്റെ കാൽക്കൽ വീണപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? പത്രോസ് ഉടൻ തന്നെ അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു മനുഷ്യനത്രേ. എൻ്റെ മുമ്പിൽ വീഴുകയോ വണങ്ങുകയോ ചെയ്യുന്നത് ശരിയല്ല. ഒരു മനുഷ്യനെയും ആരാധിക്കരുത്. അത് ദൈവവചനം പറയുന്നുണ്ട്, വളരെ വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എന്നാൽ ചില ആളുകൾ, ചില വിശുദ്ധന്മാരെന്ന് പറയുന്ന ആളുകളെ, അവർ വിശുദ്ധന്മാരായിരിക്കാം, ദൈവം പല നിലകളിൽ ഉപയോഗിച്ച സ്ത്രീകളും പുരുഷന്മാരുമായിരിക്കാം, അവർക്കൊരു പ്രത്യേകത, ഒരു പദവിയുണ്ട്. ഞങ്ങൾ അവരെ വണങ്ങുന്നു അല്ലെങ്കിൽ വന്ദിക്കുന്നു എന്ന് പറയും. ഇത് ശരിയല്ലേ എന്ന് തോന്നുകയും ചെയ്യും. അതിന് നിങ്ങൾ വിശുദ്ധനെ ആരാധിക്കുന്നുണ്ടോ, ആ വിശുദ്ധ സ്ത്രീ ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഇല്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല, വണങ്ങുന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഇവിടെ പത്രോസിനെ വണങ്ങിയ കൊർന്നേല്യോസിനെ പത്രോസ് തടഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പത്രോസിൻ്റെ ഒരു രൂപമുണ്ടാക്കി യൂറോപ്പിലൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ രൂപമാണെന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്. ആ രൂപത്തിൻ്റെ കാലിലെ വിരലുകളൊന്നുമില്ല. എന്താ കാരണമെന്നറിയാമോ? ആളുകൾ പോയി പത്രോസിൻ്റെ കാൽക്കൽ വീഴുകയും ആ വിരലുകളിൽ ചുംബിക്കുകയും ചെയ്ത് അത് തേഞ്ഞു പോയതാണ്. ഈ പത്രോസാണ് പറയുന്നത്, എൻ്റെ മുമ്പിൽ വണങ്ങരുത്, ഞാനൊരു മനുഷ്യനാണ് എന്ന്. അതിനുശേഷം പത്രോസ് തനിക്കുണ്ടായിരുന്ന വെല്ലുവിളികൾ താൻ അവരുടെ മുമ്പാകെ പറയാണ്. ഞാനൊരു യഹൂദനായിരിക്കെ യഹൂദന്മാരല്ലാത്ത ആളുകൾ വീട്ടിൽ പോകുന്നത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പത്രോസ് തന്നെ പറയുകയാണ്, ഞാൻ മാറിയിരിക്കുന്നു. പത്രോസ് ഇവിടെ സുവിശേഷമാണ് പറയാൻ പോകുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. ഇത് പ്രസംഗിക്കുന്നയാളുടെ ജീവിതത്തിൽ തന്നെ വ്യത്യാസമുണ്ടാകുന്നു എന്ന് തെളിയിക്കുകയാണ് പത്രോസ് ആദ്യം ചെയ്തത്. എന്നിട്ട് പത്രോസ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി എന്ന് മാത്രമല്ല, എൻ്റെ മനോഭാവത്തിലും വ്യത്യാസമുണ്ടായി. എന്താണ് എൻ്റെ മനോഭാവത്തിലുണ്ടായ വ്യത്യാസം? ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പത്രോസ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മനോഭാവത്തിൽ ഉണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് ആദ്യം ഈ ആളുകളോട് പറയുകയാണ്. അങ്ങനെയുള്ള ഒരാളാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. എന്നോട് ദൈവം ഇടപെട്ടു, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചു, എൻ്റെ മനോഭാവത്തിലും എൻ്റെ ജീവിതത്തിലും വ്യത്യാസമുണ്ടായി. ചില ആളുകൾ സുവിശേഷം പറയുമ്പോൾ അവരുടെ മനോഭാവം എന്താണെന്നറിയാമോ? ഞാനെല്ലാം തികഞ്ഞവനാണ്, ഐ ആം പെർഫെക്റ്റ്, എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇവിടെ പത്രോസ് ചെയ്തത് എന്താണ്? എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓർക്കണം, പത്രോസ് അപ്പോസ്തലനാണ്, 12 ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് പത്രോസ്. ആ പത്രോസ് പറയുന്നു, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ മാനസാന്തരപ്പെടാനും അനുസരിക്കാനും തയ്യാറായി. എന്നിട്ട് പത്രോസ് അവരോട് ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് പത്രോസ് അവരോട് ചോദിച്ചപ്പോഴാണ് കൊർന്നേല്യോസ് തൻ്റെ അനുഭവം പറഞ്ഞത്. പത്രോസ് ആദ്യമായിട്ടാണ്
കൊർന്നെല്യോസിനൊരു ഒരു ദർശനമുണ്ടായ കാര്യം കേൾക്കുന്നത്. കൊർന്നെല്യോസ് അത് പറഞ്ഞപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. പത്രോസിന് ഈ ദർശനം കിട്ടിയത് 2 ദിവസം മുമ്പാണ്. കൊർന്നെല്യോസിന് ഈ ദർശനം കിട്ടിയത് 4 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ഈ യഹൂദനല്ലാത്ത ജാതീയനായ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്രചർമ്മിയായ കൊർന്നെല്യോസിനോടാണ് ആദ്യം സംസാരിച്ചത്. എന്നിട്ട് അതിനുശേഷമാണ് ദൈവം എനിക്കൊരു ദർശനം തന്നത്. പത്രോസ് മനസ്സിലായി, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെടുന്ന, നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദനായ പത്രോസിന് ഉണ്ടായ വ്യത്യാസം, താൻ സുവിശേഷം പറയാൻ ഒരുങ്ങുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം, തനിക്കുണ്ടായ മാനസാന്തരം, അതിനെക്കുറിച്ച് പറയാൻ പത്രോസിന് ഒരു മടിയുമില്ലായിരുന്നു. അത് പറഞ്ഞിട്ടാണ് പത്രോസ് സുവിശേഷം കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞത്. അതെങ്ങനെയാണ് താൻ സുവിശേഷം അവരോട് പറഞ്ഞതെന്നും ആ സുവിശേഷ സന്ദേശം കേട്ടതുകൊണ്ട് അവർക്കുണ്ടായ മാറ്റം എന്താണ് എന്നും അവർക്കുണ്ടായ അനുഗ്രഹങ്ങൾ എന്താണെന്നും നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.